IELTS വിജയം നിങ്ങളുടെ സ്വപ്നമാണോ? ടീച്ചേഴ്സ് അക്കാഡമിയിൽ ചേരൂ, വിജയം സുനിശ്ചിതമാക്കൂ. ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദാമ്പത്യം. നേട്ടങ്ങളും കോട്ടങ്ങളും ഒത്തിരിയുള്ള ഒരു കുടുംബത്തിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കഥയിലെ നായിക സുഗന്ധി. സുഗന്ധി, അയ്യോ അതിനിടയ്ക്ക് ചേട്ടൻ വന്നോ? നീ എന്താടി മുറ്റത്ത് വിളക്ക് വെക്കാത്തത്? അത് നീ എന്തിനാടി പട്ടിയെ ഫ്രണ്ടിൽ കെട്ടിയത്? അയ്യോ അത് ഞാൻ അങ്ങ് മറന്നു. എടി, ഗേറ്റ് തുറന്നിടരുതെന്ന് നിന്നോട് 100 തവണ പറഞ്ഞിട്ടില്ലേടി? അയ്യോ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് ഞാൻ അതങ്ങ് മറന്നുപോയി ചേട്ടാ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം ഇവളുടെ ഭർത്താവാണ്. ബാക്കി കൂടെ കേട്ട് നോക്ക്. ഞാൻ മതിൽ ചാടിയല്ലേ ചക്കര വരുന്നത്, പിന്നെ എന്തിനാടി നീ ഗേറ്റ് തുറന്നിട്ടത്? മുന്നിൽ കെട്ടിയ പട്ടി എന്നെ കണ്ട് കുരക്കില്ലേ? വിളക്ക് വെക്കാതിരുന്ന ഞാൻ എങ്ങനെ വഴി കാണും പൊന്നെ? ഇതാണ് സുഗന്ധിക്ക് ഫേസ്ബുക്കിലൂടെ കിട്ടിയ കാമുകൻ. പ്രൊഫൈൽ നെയിം മാധവ് മേനോൻ, ശരിയായ പേര് പ്ലാച്ചാമുട്ടം ശശി. വലിയ ബിസിനസ്സുകാരനാ, മീൻ കച്ചവടം. മനുഷ്യ, നിങ്ങൾ ഇവിടെ മീൻ കച്ചവടത്തിന് വന്നതാണോ? അയ്യോടി, ഞാൻ അതങ്ങ് മറന്നു. എടി, നിന്റെ ഭർത്താവ് ഋതുവാസം എപ്പോ വരും? ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ, താമസിക്കും. അതോ ഇനി എവിടെങ്കിലും കണക്ഷൻ കൊടുക്കാൻ കേറിയതാണോടി? അതിനുള്ള വോൾട്ടേജ് ഒന്നും അങ്ങേർക്കില്ലേ? എന്റെ ചക്കരേ, നീ എന്റേതല്ലേ, കാത്ത് കാത്ത് വെച്ച നിധിയല്ലേ, പറയൂ പറയൂ ഞാൻ നിന്റേതല്ലേ, ഓർത്ത് വെച്ച സ്നേഹദീപമല്ലേ. എന്തൊരു മീനാറ്റോ മനുഷ്യ നിങ്ങളെ. മീൻകാരന് മീനല്ല പിന്നെ അത്ര മണക്കോടി. ഇന്ന് ചേട്ടന് ഏറ്റവും കൂടുതൽ വിറ്റത് ഏത് മീനാ? നെത്തോലി. ചേട്ടന്റെ നെത്തോലി നല്ല ഫ്രഷാ കേട്ടോ. ഇപ്പോഴാണോ മനസ്സിലായത്? അതാണ് ഞാൻ പറയുന്നത്, നെത്തോലി ഒരു ചെറിയ മീനല്ല. ആരാടി അവിടെ ഒരു വല്ലാത്ത ശബ്ദം? അയ്യോ, നിന്റെ അമ്മാവൻ. പേടിക്കണ്ടെന്നേ, തിമിരത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞോണ്ടേ അങ്ങേർക്ക് ഇപ്പൊ നല്ലതായിട്ട് കണ്ണു കാണത്തില്ല. ഗോവിന്ദ ഗോവിന്ദ. എടി കൊച്ചേ, ഇതെന്താടി? അച്ഛാ, അത് പുതിയ വാഷിംഗ് മെഷീനാ. ഓഹോ, ഇതിന്റെ ഫ്രണ്ട് എവിടെ, ബാക്ക് എവിടെ? എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. സൂക്ഷിക്കണം, ഇതിന്റെ സ്വിച്ചൊക്കെ ഇളകിയിരിക്കുക. ദൈവമേ, ആദ്യമായിട്ട് ആന്റിനുള്ള വാഷിംഗ് മെഷീൻ കാണുന്നത്. എന്നും ഇങ്ങനെ മതില് ചാടിയൊക്കെ ജീവിച്ചാ മതിയോ? ചേട്ടനൊരു കല്യാണം കഴിക്കണ്ടേ? എടി, എന്റെ സങ്കല്പത്തിലെ പെണ്ണിനെ കിട്ടിയിട്ട് ഞാൻ കല്യാണം കഴിക്കൂ? ഓ, അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാ ബബിൾക്കം പോലെയാ. അതെന്താ പാടി ബബിൾഗം? ചുമ്മാ വായിലിട്ടിങ്ങനെ ചവച്ചോണ്ടിരിക്കും, മധുരം തീരുമ്പോ അങ്ങ് തുപ്പിക്കളയും. അതല്ലടി, ഒന്ന് വീർപ്പിച്ചിട്ട് ഞാൻ തുപ്പിക്കളയൂ. ഓ, ഈ മുതുക്കന് ഉറക്കമില്ലേ? അയ്യോ ചേട്ടനൊന്ന് കുനിഞ്ഞു നിക്ക്. എന്തിന്? അയ്യോ പഴയതുപോലെ ഒന്ന് നിക്കാൻ. പഴയതുപോലൊന്നും വയ്യ, എന്നാലും നോക്കാം. ഗോവിന്ദ ഗോവിന്ദ. മോളെ, 6 മാസമായി ഞാൻ ഇതൊന്ന് കഴുകി. മോളെ വാഷിംഗ് മെഷീനിലിട്ട് ഇതൊന്ന് കഴുകി തന്നു. ഇത് കത്തിക്കുന്നതല്ലേ നല്ലത്? അമ്മാവാ, ഇത് വാഷിംഗ് മെഷീൻ അല്ല, ഫ്രിഡ്ജാ. കലികാലം, ഇപ്പോഴത്തെ ഫ്രിഡ്ജിന് വരെ താടി മീശയൊക്കെ ആയി. ഞാൻ പോയി ഒരു കഷ്ണം വരിക്കച്ചക്ക എടുത്തോണ്ട് വരാം. എന്തിനാച്ചാ? അല്ല, കേടാകാതെ ഫ്രിഡ്ജ് വെക്കാമല്ലോ. ഈ കിളവൻ എന്നെ കൊണ്ടേ പോവൂ. ഗോവിന്ദ ഗോവിന്ദ. സുഗന്ധി, സുഗന്ധിയേ, സുഗന്ധി. അയ്യോ ദേ ചേട്ടൻ, ഇങ്ങേർക്കൊന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ ദൈവമേ? പാവളന്ന് നിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യടി. അയ്യോ ചേട്ടാ, അയ്യോ അവിടെ പോയി ഇരിക്കരുത്. അയ്യോ, അവിടെ ഇരുന്നാ കാണും. എന്ത് കാണും? അയ്യോ അവിടെ ഇരിക്കണ്ട, അയ്യോ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ഒളിക്ക്. എങ്ങോട്ട് പോകാനാടി? പാനപാത്രം തിരിച്ചെടുക്കേണമേ.
എന്താടി ഇത്? അയ്യോ ചേട്ടാ, ഇത് നമ്മുടെ അലമാര. അയ്യോ പറ്റിക്കാൻ നോക്കണോടി. ഇത് ഷർട്ട് തൂക്കാനുള്ള ഹാങ്ങർ. എന്റെ ദൈവമേ, ഇന്ന് നിങ്ങൾ ഫിറ്റ് അല്ലേ? അപ്പൊ ഇന്നും കൊച്ചിന് പാല് മേടിച്ചില്ലല്ലേ? പൈസ ഇല്ല. പൈന്റ് എടുക്കാൻ നിങ്ങളുടെ കാശുണ്ടല്ലോ. എടി പൈന്റ് മേടിക്കാൻ പകുതി മതി, ബാക്കി ഷെയർ ഇടാൻ ആളുണ്ട്. നാളെ പോലെ നിന്റെ കൊച്ചിനോട് പാലിന്റെ ഷെയർ കൊണ്ടുവരാൻ പറ. പണ്ട് ആക്രി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളെ കൂടെ ഇറങ്ങി വരാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ലൈൻമാനായി ജോലി കിട്ടിയപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ട. എടി ആക്രി കച്ചവടം ചെയ്തോണ്ടിരുന്നപ്പോ പൊട്ടിയതും ചളങ്ങിയതും ഒക്കെ ഞാൻ എടുക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ ദൈവമേ, എനിക്ക് ഈ വിധി വന്നല്ലോ. ഞാൻ എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചതാ നിന്നോട്. എന്നെ കെട്ടുന്ന ആൾ ശക്തിയുള്ളവനായിരിക്കണം, അമാനുഷികനായിരിക്കണം. പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് ഈ ലോകം മുഴുവൻ പറക്കുന്നവനാവണമെന്ന് വരെ ഞാൻ ആഗ്രഹിച്ചതാ. എന്റെ പരിചയത്തിൽ ഇപ്പൊ അങ്ങനെ ഒരാളെ ഉള്ളൂ. അതാര്? മിന്നൽ മുരളി. എന്നാ പിന്നെ ഞാൻ അങ്ങ് മറയട്ടെ. നിന്റെ അച്ഛൻ സ്ത്രീധനമായിട്ട് എന്ത് തന്നു? കെട്ടിപ്പറക്കി പൊക്കോളണം. എന്തൊക്കെയാണ് ഇയാളീ പറയുന്നത്? ഇത് സ്ഥിരം പറയുന്നതാ. എനിക്കിതൊക്കെ ഇപ്പൊ മനപ്പാടവാ. ഇനി ചേട്ടൻ അതെടുത്ത് മാറ്റിക്കോ. എടുക്കരുത്. ഞാനിട്ട പോസ്റ്റ് ഞാൻ തന്നെ എടുക്കും. ഇനി പേടിക്കണ്ട, ഉറക്കത്തിലേക്ക് പോവാ ചേട്ടാ. എന്റെ ചക്കരേ, ഞാൻ നിന്നെ കൊത്തിക്കൊണ്ട് പറക്കട്ടെടി. പറക്കുന്നത് കൊള്ളാം, പക്ഷെ 11 kV ലൈനിൽ തട്ടരുത്. കരിഞ്ഞു പോകും, കൂടെ പീസും. ഇനി ശരിയായ ബോധം വരെ 3 മണിയെങ്കിലും ആകും. ചേട്ടൻ 2 മണിക്ക് തന്നെ പോണേ. അപ്പൊ ഞാൻ 2 മണിക്ക് തന്നെ പോകും. എങ്ങനെ പോയാലും ഞാൻ അറിയും. ഈ പഞ്ചായത്തിൽ ഞാൻ അറിയാണ്ട് കറണ്ട് പോകില്ല. ഐ ആം എ ലൈമാൻ. ചേട്ടാ, എന്റെ പൊന്നാരേ, എടി ഇയാൾ എന്തിനാടി ചിരിക്കുന്നത്? അത് സ്ഥിരം കാണുന്ന സ്വപ്നം കാണുന്നതാ. അയ്യോ, എന്റെ ഭാര്യയുടെ അച്ഛൻ ചാത്തേ, ഞാനിന്ന് ചിരിച്ച് ചാവും. ഇനി നമ്മുടെ നിമിഷങ്ങൾ വിലപ്പെട്ടതാടി. നീ ഇങ്ങ് അടുത്ത് വാടി. എന്നിട്ട് അപ്പുറത്തെ വീട്ടില് കണക്ഷൻ കോഡ്. ഡ്യൂട്ടി. എന്റെ പൊന്നെ, എന്താ കുട്ടാ? ഞാൻ നിനക്കൊരു ഉമ്മ തരട്ടെ? കൊടുത്തോ, പക്ഷെ അഡീഷണൽ ബില്ല് വരും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മീറ്റർ റീഡിംഗ് നോക്കും. എന്ത് നോക്കിയാലും ശരി, ഞാൻ ഉമ്മ കൊടുക്കും. ഒന്ന് മുള്ളി വെച്ച് കിടക്കാം. പിതാവേ, ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. ഞാൻ എന്താണ് ഈ കാണുന്നത്? മറന്നുപോയോ? ഇത് ചേട്ടന്റെ ഷർട്ട് തൂക്കുന്ന ഹാങ്ങർ അല്ലേ? പറ്റിക്കാൻ നോക്കുന്നോ? ഇത് അലമാര. ഇതെവിടെയൊക്കെ ഇട്ട് അപ്പൊ ഞാൻ പൈസ എടുക്കാതിരിക്കാൻ വേണ്ടി നീ ഗോദ്രേജിന്റെ പുതിയ പൂട്ടിട്ട് അങ്ങ് പൂട്ടി അല്ലേടി? അയ്യോ, ഇനി ചേട്ടൻ ഇവിടെ നിന്നാ പ്രശ്നമാവും. പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വാ. അയ്യോ, 3 മണിയായി. അങ്ങനെ ഇപ്പൊ ഉണരും. സുഗന്ധി, എഴുന്നേക്ക്. എന്താ ചേട്ടാ? നീ നേരത്തെ എഴുന്നേറ്റ? എന്താ ചേട്ടാ? അണ്ണന് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. നീ ഒരു സ്ട്രോങ് ചായ ഇങ്ങട്. അയ്യോ ചേട്ടാ, ഇത് അലമാര. എനിക്കെന്താടി പ്രാന്താണാ? മനുഷ്യനെ കാണിച്ചു തന്നിട്ട് അലമാരാന്നാ? ആരാ നീ? അത് ചേട്ടാ, പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് നമ്മുടെ കഷ്ടപ്പാട് കണ്ട് പ്രത്യക്ഷപ്പെട്ട ദൈവമായത്.
ദൈവമായിരുന്ന സത്യം. ദൈവത്തിന് എന്താടി മത്തിയുടെ ഒരു നാറ്റം? ഞങ്ങൾ ദൈവങ്ങൾ എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. ആണോ? എനിക്ക് വാ, നമുക്ക് ഒരുമിച്ച് പോസ്റ്റിൽ കയറാം. ഞങ്ങൾ കയറാറില്ല, സമയമെടുത്തവരെ പോസ്റ്റിൽ കയറ്റാറേ ഉള്ളൂ. എന്താടാ ഇവിടെ ഒരു ബഹളം? ഗോവിന്ദ ഗോവിന്ദ. അച്ഛാ, ദൈവം. എനിക്കറിയാടാ മോനെ, നീ അച്ഛനെ ദൈവത്തെ പോലെയാ കാണുന്നെന്ന്. ഛേ, അച്ഛനെ അല്ല, ഒറിജിനൽ ദൈവം വന്നിരിക്കണ്. അത് മീൻകാരന്റെ വേഷത്തില്. അപ്പൊ നമ്മുടെ സമയം തെളിഞ്ഞടാ മക്കളെ. എന്താ? എടാ, മിനിങ്ങാന്നൊരു ദൈവം നമ്മുടെ ഓട്ടോക്കാരൻ സുരേഷിന്റെ രൂപത്തിൽ വന്നു. അതിന്റെ തലേന്ന് ഈ ദൈവം തെങ്ങുകയറ്റക്കാരൻ മണിയന്റെ രൂപത്തിൽ വന്നു. എന്തിനേറെ പറയുന്നു, നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുടെ രൂപത്തിലും ദൈവം ഇവിടെ വരാറുണ്ട്. പിന്നെ മോനെ വാസു, നീ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ തൊട്ടിലിൽ പോയി നിന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണം. ഇതിലേതെങ്കിലും ഒരു ദൈവത്തിന്റെ മുഖമായിരിക്കും അതിന്. ഇയാള് വന്നേ. എന്തിനാ? ഇയാൾ ഏത് ദൈവമാണെന്ന് പറഞ്ഞത്? രവീന്ദ്രൻ. ദേവേന്ദ്രൻ. ദേവേന്ദ്രനെ കണ്ടതിൽ വളരെ സന്തോഷം. നീ വന്നേ. എന്താ ചേട്ടാ? ആ കൊച്ചിനെ എടുത്ത് ദേവേന്ദ്രന്റെ കൈ കൊടുക്ക്. ഇനി രണ്ടുപേരും കൂടി ഒന്ന് ചേർന്ന് നിന്നേ. എന്തിനാ അളിയാ, സെൽഫി എടുക്കാനാ? അളിയാ ദേവേന്ദ്ര, എന്നും ഇങ്ങനെ ഉർവശിയും ടെമ്പയും തിലോത്തമയായിട്ട് സുഖിച്ച് കറങ്ങി നടന്നാ മതിയോ? നിനക്കും വേണ്ട ഒരു കുടുംബം. എങ്കിൽ ഇതിനെ കൊണ്ടങ്ങ് പോയിക്കോ. ആച്ചാമുട്ടൻ ശശിയെ, എന്റെ ഈ വാഷിംഗ് മെഷീന്റെ സ്വിച്ചൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടാ.